അയർലൻഡിൽ വ്യാപക നാശം വിതച്ച അയോവിൻ കൊടുങ്കാറ്റ് 27 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ കാറ്റിനാണ് വടക്കൻ അയർലൻഡിൽ സാക്ഷ്യം വഹിച്ചത്. വീടുകളടക്കം 7 ലക്ഷത്തിലധികം കെട്ടിടങ്ങൾ മണിക്കൂറുകളോളം ഇരുട്ടിലായി. പ്രകൃതിക്ഷോഭത്തിൽ പൊതുഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുന്ന സ്ഥിതിയുണ്ടായി. രാജ്യത്തുടനീളം പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിച്ചെങ്കിലും ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. വടക്കേ അയർലൻഡ് മുതൽ യുകെയുടെ ഭാഗമായ സ്കോട്ട്ലൻഡ് ഉൾപ്പെടുന്ന മേഖലയിലാണ് വെള്ളിയാഴ്ച അയോവിൻ കൊടുങ്കാറ്റ് ഭീതി പടർത്തിയത്. മണിക്കൂറിൽ 183 കിലോമീറ്റർ വരെ വേഗത കൈവരിച്ച കാറ്റിൽ വ്യാപക നഷ്ടങ്ങളാണ് ഉണ്ടായത്. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമടക്കം 7 ലക്ഷത്തിലധികം കെട്ടിടങ്ങളിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. 60,000-ഓളം പേർക്കുള്ള ജലവിതരണവും തടസ്സപ്പെട്ടു. രാജ്യത്തുടനീളം റെഡ് അലർട്ടും പ്രഖ്യാപിക്കപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു. ആശുപത്രികൾ അത്യാഹിത വിഭാഗം മാത്രം പ്രവർത്തിച്ചു. രാജ്യത്തെ പൊതുഗതാഗത ട്രാൻസ്ലിങ്ക്, ബസ്, ട്രെയിൻ സർവീസുകളും നിർത്തിവെച്ചു. ഡബ്ലിൻ വിമാനത്താവളങ്ങളിൽ 230ഓളം സർവീസുകൾ റദ്ദാക്കപ്പെട്ടു. ആശങ്കയുടെ മണിക്കൂറുകൾ കടന്നുപോയതോടെ വെള്ളിയാഴ്ച വൈകി റെഡ് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ നിലനിൽക്കുമെന്നും അധികൃതർ അറിയിച്ചു. തകരാറിലായ സംവിധാനങ്ങളിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരുമെന്നതിനാൽ അടുത്ത ദിവസങ്ങളിലും വൈദ്യുതിയും വെള്ളവും തടസ്സപ്പെടുമെന്നാണ് വിതരണക്കാരായ ESB അറിയിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് മുകളിലേക്ക് മരം വീണ ഡൊണഗോളിൽ ഒരാൾ മരിച്ചു. ക്ലൈമറ്റ് ബോംബ് എന്നറിയപ്പെടുന്ന അപൂർവ പ്രതിഭാസമാണ് അയോവിൻ കൊടുങ്കാറ്റുണ്ടാക്കിയത്. തെക്കുകിഴക്കൻ US തീരത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദം വടക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് തീവ്രത കൈവരിച്ചാണ് അയർലൻഡ് തീരം തൊട്ടത്. 1998-ൽ ലണ്ടൻ ഡെറി കൗണ്ടിയിലെ ബാലിക്കലിയിൽ മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗത രേഖപ്പെടുത്തിയതിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ കാറ്റിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. തെക്കേ മാഞ്ചസ്റ്റർ, ലിവർപൂൾ എന്നിവിടങ്ങളിലേക്ക് വരെ കൊടുങ്കാറ്റിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പതിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. 15,000 ഉപഭോക്താക്കൾ ഇരുട്ടിലായെന്ന് വൈദ്യുതി വിതരണ കമ്പനിയായ സ്കോട്ടിഷ് പവർ അറിയിച്ചു. സ്കോട്ട്രെയിൽ സേവനങ്ങൾ ശനിയാഴ്ച ഉച്ചവരെ റദ്ദാക്കിയിട്ടുണ്ട്. ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിക്കപ്പെട്ട യുകെയിൽ 45 ലക്ഷത്തോളം പേർക്കാണ് കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.